45 വർഷത്തെ സേവന പാരമ്പര്യവുമായി ജീവൻ ജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയായ കരുവഞ്ചാൽ എന്ന പ്രദേശത്ത് നിന്നും ഹോസ്പിറ്റൽ റോഡ് വഴി 2 കിലോമീറ്റർ ഉള്ളിലേക്ക് പോകുമ്പോൾ കണ്ടത്തിൽ പീടിക എന്ന അതിമനോഹരമായ തികച്ചും പ്രകൃതിയുമായി ഇണങ്ങി നിൽക്കുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലാണ് ജീവൻ ജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ സ്ഥിതി ചെയ്യുന്നത്. ഈ ഹോസ്പിറ്റലിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ബാബു ഗുരുക്കൾ എന്നവരാണ്. അച്ഛനും ഭാര്യയും 3 കുട്ടികളും അടങ്ങുന്നതാണ് അദ്ദേഹത്തിന്റെ കുടുംബം. ആർഷപാലയത്തിലെ അമൂല്യ സസ്യങ്ങൾ കൊണ്ട് സമ്പൂർണമായ ചികിത്സാ രീതികൾ, മെഡിക്കൽ സയൻസ് പോലും സാധ്യമെന്ന് വിധിയെഴുതിയ അനേകതരം മാറാരോഗങ്ങൾ ദിവസങ്ങൾ കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കും. ഓപ്പറേഷൻ ഇല്ലാതെ ചുരുങ്ങിയ ചിലവിൽ അത്ഭുതകരമായ രോഗസൗഖ്യം. ഒരു മനുഷ്യ ശരീരത്തിൽ എന്തൊക്കെ രോഗങ്ങളുണ്ടോ അതിനൊക്കെ ഫലപ്രദമായ ചികിത്സ ഇവിടെ ലഭിക്കുന്നതാണ്. ലിവർ സിറോസ്, ക്യാൻസർ, ഇയർ ബാലൻസ് തെറ്റുള്ള തലകറ, ചെങ്കണ്ണ്, ചെവിവേദന, പല്ലുവേദന തുടങ്ങിയവയ്ക്കും ഓട്ടിസം തുടങ്ങിയ ജന്മനായുള്ള വൈകല്യങ്ങൾക്ക്, സംസാരശേഷിയില്ലാത്തവർക്ക് അതിനുള്ള ചികിത്സ, കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് അതിനുള്ള ചികിത്സ, ശരീരത്തിലുണ്ടാകുന്ന മുഴകൾ, വെള്ളപ്പാണ്ട്, പൈൽസ്, അസിഡിറ്റി തുടങ്ങിയ എല്ലാ രോഗങ്ങൾക്കും ഫലപ്രദമായ ചികിത്സ ഇവിടെ ലഭിക്കുന്നതാണ്. ചില ചികിത്സാ രീതികൾ ഇവിടെ പറയുന്നു. സുഖചികിത്സ, ഒഴിച്ചിൽ, പഞ്ചകർമ്മങ്ങൾ, നാഡീപിഴവുകൾ, നട്ടലിന്റെ ക്ഷതങ്ങൾ, മർമ്മ ചികിത്സ, നടുവേദന, കാൽമുട്ടുവേദന, സ്പോണ്ടിലോസിസ്, മൈഗ്രെയിൻ, കിഡ്നി സ്റ്റോൺ, മൂത്രാശയ രോഗങ്ങൾ, അലർജി, വിട്ടുമാറാത്ത തലവേദന, വെരിക്കോസ് വെയിൻ, താരൻ, മുടികൊഴിച്ചിൽ, ആസ്മ, വെള്ളപ്പാൻ, ലൈംഗിക ബലഹീനതയ്ക്കും ഫലപ്രദമായ ചികിത്സ ഇവിടെ ലഭിക്കുന്നതാണ്. കൂടാതെ ഹാർട്ട് ബ്ലോക്കിനും ഇവിടെ ചികിത്സ ലഭിക്കുന്നതാണ്. അനേകതരം ഔഷധ സസ്യങ്ങൾ കാണുവാനും അതിനെക്കുറിച്ച് പഠിക്കുവാനും ഇവിടെ സൗകര്യമുണ്ട്. ഇനി ജീവിതമില്ല, മരണം മാത്രമേ ഉള്ളൂ എന്ന് കരുതി മരണത്തിന്റെ ഇരുണ്ട മുഖത്തേക്ക് നോക്കി പകച്ചു നിൽക്കുന്ന അനേകം രോഗികൾക്ക് ജീവിതത്തിന്റെ പ്രകാശത്തിലേക്ക് കൈപിടിച്ച് കയറ്റും ജീവൻ ജ്യോതി ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ പഠന ക്യാമ്പുകളൊക്കെ നടത്തിയ ആധുനിക ലോകം നേരിടുന്ന ആരോഗ്യ പ്രതിസന്ധികൾക്ക് പഴയകാല ഓർമ്മകളും ചികിത്സാ രീതികളുമായി എന്നുള്ളത് ആർട്ടിക്കിൾ ഉണ്ട് തയ്യാറാക്കിയ. ലോകം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് മനസ്സമാധാനമില്ലായ്മ അല്ലെങ്കിൽ ശാന്തി ഇല്ലായ്മ എന്ന് പറയുന്നത്. ഇത് ഒരു ആത്മീയതയാണ്, ഒപ്പം തന്നെ സാധാരണ സത്യമാണ്. ഈ ശാന്തി എന്ന് പറയുന്ന ഒരു മാധുര്യമാണ്, ആത്മാർത്ഥതയാണ്, സ്ഥിരമായതാണ്, ഏകാന്തതയാണ്, പവിത്രമായതാണ്, മനസ്സിന്റെ നിശ്ചലതയാണ് ശാന്തി, സമാധാനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ പുഞ്ചിരിപ്പിക്കുന്നതാണ് ശാന്തി. ശാന്തി നമ്മെ ശാന്തരാക്കുന്നു, സേവന സന്നദ്ധരാക്കുന്നു, പാവനമാക്കുന്നു, ആത്മീയ ശക്തി സൃഷ്ടിക്കുന്നു, പരിഹാരങ്ങൾ ഉണ്ടാക്കുന്നു. ശാന്തി എല്ലാത്തിനും തൃപ്തി കൊണ്ടുവരുന്നു. ശാന്തി വിവേകമുള്ളവരാകുന്നു. എരഞ്ഞോളി മൂസ എല്ലാവർക്കും സുപരിചിതനാണ്. നമ്മുടെ ഏറ്റവും അടുത്ത ദോസ്താണ്. ഇവിടെ നമ്മുടെ ഷോപ്പിൽ ഇരുന്നിട്ടുള്ള എറണാകുളം വെള്ളമുക്കര എന്ന ഹോസ്പിറ്റലിൽ ഞാൻ സർവീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഈ ഒരു ഇന്റർവ്യൂ നടത്തുന്നതാണ് നമ്മുടെ പാരമ്പര്യ ചികിത്സയെ കുറിച്ചുള്ള. ഇന്തോനേഷ്യയിൽ വെച്ച് മർമ്മ ചികിത്സയെ കുറിച്ച് പഠനം നടത്തുകയും അദ്ദേഹം എന്റെ ഒരു ഗുരുവാണ്. 1 വയസ്സുള്ള കുട്ടി ഹാർട്ടിന്റെ വാൽവിന് അസുഖമായിട്ട് ദുബൈയിൽ നിന്ന് വന്നതാണ്. അദ്ദേഹത്തിന് 1 വയസ്സ് പ്രായത്തിൽ തന്നെ നമ്മൾ മരുന്ന് വളരെ എഫക്റ്റായി സുഖമായിരുന്നു. ഭാരതീയ ലളിത സാഹിത്യ അക്കാദമി ഈ വർഷത്തെ മികച്ച സേവനത്തിലുള്ള അവാർഡ് നൽകി എന്നെ തൃശ്ശൂർ വെച്ച് സ്വീകരിച്ചതാണ്. ഏകദേശം 90 വയസ്സിനടുത്ത ആരോഗ്യവാനായ എന്റെ പിതാവ് പാരമ്പര്യത്തിന്റെ തനതായ ഈ മേഖലകളിലേക്ക് എനിക്ക് ജന്മം നൽകി, എന്നെ നൽകി ഇത്രത്തോളം പ്രോത്സാഹിപ്പിച്ച അദ്ദേഹം. അന്നമ്മ വർഗീസ് 83 വയസ്സ്, 6 ബ്ലോക്കുമായി പത്തനംതിട്ട ജില്ലയിൽ ഹോസ്പിറ്റലിൽ 27 ദിവസം ഐസിയുവിൽ കിടന്ന ആളാണ്. ഇതിനോടകം 7.5 ലക്ഷം രൂപ നഷ്ടപ്പെടുകയും തന്റെ 2 കിഡ്നിയും പ്രവർത്തനരഹിതമായി തീരുകയും ചെയ്തു. അങ്ങനെ ജീവിതത്തിൽ ഇനി ഒരിക്കലും പ്രതീക്ഷയ്ക്ക് വഴിയില്ല, വീട്ടിൽ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ്
നിരാശയോടെ ഇരിക്കുമ്പോഴാണ് എന്നെ കുറിച്ച് കേൾക്കുകയും ഇവിടെ വന്ന് മരുന്ന് കഴിച്ച് അവർ 20 ദിവസം കൊണ്ട് പൂർണ്ണ സുഖമായി അവർ 2 കെട്ടിയും പ്രവർത്തിച്ചു തുടങ്ങി. വളരെ സന്തോഷകരമായിരിക്കുന്ന ഇവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അന്നമ്മ വർഗീസ്, പത്തനംതിട്ട. ഇന്ന് ഡയാലിസിസ് തുടങ്ങിയാൽ മരണം വരെ ചികിത്സിക്കുകയും അവസാനം ഡെഡ് ബോഡിയായിട്ട് തിരിച്ചു വരികയും ചെയ്യുന്ന അനുഭവമാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത്. സുബ്രഹ്മണ്യൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ആലപ്പുഴക്കാരനാണ്. ഹാർട്ടിന് 3 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് മരുന്ന് കഴിച്ചു പൂർണ്ണമായിട്ട് സൗഖ്യമായി. തൃശൂർ ജില്ലയിൽ പട്ടിക്കാട് എന്ന സ്ഥലത്ത് എന്റെ പ്രവർത്തനത്തിലുള്ള ബന്ധത്തിൽ മാരകമായ രോഗങ്ങൾക്ക് ഓപ്പറേഷൻ ഇല്ലാതെ സുഖപ്പെടുന്നു. ഇവരെല്ലാവരും അതിന് അനുഭവ സാക്ഷിയുള്ളവരാണ്. ഇറ്റ്സ് നോട്ട് എ മസാജ്, ഇറ്റ് ഈസ് ഫുൾ ഓഫ് മെസ്സേജ്. ആരോഗ്യമുള്ളവൻ ആര്? നിത്യം ഹിതമായ ആഹാരം കഴിക്കുക, പാകത്തിന് വ്യായാമം ചെയ്യുക, ചിന്തിച്ച് പ്രവർത്തിക്കുക, വിഷയാസക്തി ഒഴിവാക്കുക, യഥാശക്തി ദാനം ചെയ്യുക, എല്ലാവരെയും സ്നേഹിക്കുക, സത്യം മാത്രം പറയുക, ക്ഷമയും സജ്ജന സംസർഗവും പുലർത്തുക. ഇങ്ങനെ ആദർശപരമായി ജീവിക്കുന്നവർക്ക് രോഗങ്ങളൊന്നും ഉണ്ടാവുകയില്ല. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസറിനുള്ള നക്രവള്ളി എന്ന് പറയുന്ന ഒരു ഔഷധസസ്യമാണിത്. തിരുവനന്തപുരം ജില്ലയിൽ കല്ലാറിന്റെ പ്രദേശങ്ങളിലാണ് ഇത് കൂടുതലും കണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ സ്വന്തം പറമ്പിൽ നട്ടു വളർത്തുകയും ഇതിന്റെ ചികിത്സകൾ വളരെ ഫലപ്രദമായി നടത്തി വരികയും ചെയ്യും. ഒരു പ്രത്യേകതരം ഔഷധ സസ്യമാണ്, ഫലമാണ്. പൈതൽ മലയിൽ നിന്നും കളക്ട് ചെയ്തതാണ്. കല്ലാൽ എന്ന് പറയുന്ന ഒരു വിശേഷപ്പെട്ട ഔഷധ സസ്യമാണ്. പൈതൽ മലയുടെ സമീപം പാലക്കേന്ദ്രം എന്ന പ്രദേശത്ത് വളരെ അത്യപൂർവമായി കണ്ടുവരുന്ന ഒരു പ്രത്യേക സസ്യമാണ്. അതിന്റെ ഇലകളും തളിരുകളൊക്കെ കണ്ടാൽ തന്നെ അറിയാം. ഈ സസ്യത്തിന് ജലത്തിന്റെ ആവശ്യമില്ല. അന്തരീക്ഷത്തിൽ നിന്നും ജലാംശങ്ങളെ സ്വീകരിക്കുകയും വേര് മണ്ണിൽ ഇറങ്ങിയില്ലെങ്കിൽ പോലും ഇതിന് ജീവിച്ചു വരാനുള്ള ഒരു കഴിവുണ്ട്. ഇതാണ് ഈ അത്ഭുത സസ്യത്തിന്റെ പ്രത്യേകത. ഇതിനെ പരിചയപ്പെടുത്താനുള്ള ഒരു കാരണം, ഇതൊരു വാജീകരണ ഔഷധമാണ്. നരജരാദികളൊന്നും ഉണ്ടാകാതെ മനുഷ്യന്റെ ആയുസ്സിനെ ദീർഘിപ്പിക്കാൻ തക്കവണ്ണം ചവന മഹർഷി ഉണ്ടാക്കപ്പെട്ട ചവനപ്രാശത്തിനോടൊപ്പം ഇതുകൂടി കഴിച്ചു കഴിഞ്ഞാൽ ദീർഘായുസ് ഉണ്ടാകാൻ സാധ്യത. ഇതാണ് ഈ വർഷത്തെ നമ്മുടെ ഗവേഷണം. കാണുന്ന എല്ലാവർക്കും പരിചയമുള്ള ചെമ്പരത്തി പൂവാണ്. വളരെ വിറ്റാമിൻസ് അടങ്ങിയ, പോഷകങ്ങൾ അടങ്ങിയ ഒരു വിശേഷപ്പെട്ട ചെടിയാണ്. ഇതിനെ എല്ലാവരും ശ്രദ്ധിക്കുന്നില്ല എങ്കിലും ഹാർട്ട് സംബന്ധമായിരിക്കുന്ന എല്ലാ രോഗങ്ങൾക്കും വളരെ പ്രതിവിധിയാണ്. രക്തം അലിയിപ്പിച്ചു കളയുന്ന എക്കോസ്പ്രിൻ, ആസ്പ്രിൻ തുടങ്ങിയവയ്ക്ക് പകരം ഈ ചെമ്പരത്തിയുടെ മൊട്ട് 5 വീതം ദിവസവും കഴിച്ചാൽ ഹൃദ്രോഗങ്ങൾ വരാതിരിക്കാനും രക്തത്തിന്റെ കൊഴുപ്പ് കുറച്ച് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും പോഷകഗുണങ്ങളുടെ കുറവ് പരിഹരിക്കാനൊക്കെ ഇതിന് സഹായിക്കും. ഈ ചെടി പലർക്കും പരിചയമുണ്ട്. മഞ്ഞപ്പൂവുള്ള ഇലകളോടുകൂടിയ ആറ്റുതകര എന്നാണ് ഇതിന്റെ പേര്. പൊടുതല, ഡാൻഡ്രഫ്, ത്വക്ക് രോഗങ്ങൾ എല്ലാറ്റിനും ഇത് വളരെ വിശേഷപ്പെട്ടതാണ്. പാഴ്സ്ഥലങ്ങളിൽ വളരുന്നുവെങ്കിലും വളരെ വിലപ്പെട്ട ഒരു ഔഷധ സസ്യമാണിത്. പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസറും വീക്കം തുടങ്ങിയവയ്ക്കുള്ള ചികിത്സാ വിധിയാണ്. ഈ നക്രാവളി എന്ന് പറയുന്ന ചെടിയുടെ ഇല ഭാഗത്തിന് അരിഞ്ഞ് അരച്ച് സമം പാലും ഒരു പിടി അരിയും ചേർത്ത് കഞ്ഞി വെച്ച് ഉപ്പ് ഉപയോഗിക്കാതെ 10 ദിവസത്തെ ട്രീറ്റ്മെന്റോടുകൂടി ഈ അസുഖം മാറുന്നതാണ് പ്രോസ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ഗ്രന്ഥിയുടെ വളർച്ച. ഇതാണ് പാകമായ മരുന്ന് കഞ്ഞി ഇവിടുന്ന് തയ്യാർ ചെയ്ത് 2 ദിവസം, അതായത് 3 നേരമേ ഇത് ആകെ കഴിക്കേണ്ടതുള്ളൂ. നമ്മുടെ മുഖ്യമന്ത്രി പക്ഷെ അമേരിക്കയ്ക്ക് പോയിട്ട് വന്ന ചികിത്സ അതായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചികിത്സാ വിഭാഗമാണ് ഹാർട്ട് ബ്ലോക്ക് അല്ലെങ്കിൽ ഹൃദയാഘാതം. കാൽസ്യം, കൊളസ്ട്രോൾ, യൂറിക് ആസിഡ്, കഫം ഇവയാൽ ഹൃദയ ധമനികളിൽ അടിയപ്പെടുന്ന കൊളസ്ട്രോളുകളും അതുപോലെ കഫവും അടങ്ങിയിരിക്കുന്ന ആ ലെയർ പച്ചമരുന്ന് ഉപയോഗിച്ച് 20 ദിവസം കൊണ്ട് പൂർണ്ണമായും മാറ്റപ്പെടുന്ന ചികിത്സാ വിധിയാണ്. അനേക ആൾക്കാർ ഇതിനോടകം സുഖമായി പോയതിന്റെ തെളിവുകളാണ് ഈ കാണുന്നതൊക്കെ. 7 ബ്ലോക്ക്, 6 ബ്ലോക്ക്, 5 ബ്ലോക്ക് 100% ഒക്കെ വരുമ്പോൾ ഇവിടെ ഒരു ദിവസം താമസിച്ച് പിറ്റേ ദിവസം സുഖത്തോടുകൂടി ആരോഗ്യത്തോടെ വീട്ടിലേക്ക് കടന്നു പോകാനാണ് സാധിക്കുന്നത്. അതുപോലെ
ആൻജിയോഗ്രാം എടുക്കുമ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഈ കാണുന്നതെല്ലാം ബ്ലോക്കുകളാണ്. ഈ ബ്ലോക്കുകളൊക്കെ പച്ചമരുന്ന് കഴിയുമ്പോൾ അലിഞ്ഞു പോകും. അത് ഒരുപക്ഷെ മാനുഷ്യമായി നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ പ്രയാസം തോന്നിയാലും പച്ചമരുന്നുകൾക്കുള്ള അഗാധമായ കഴിവുകളാണ് ഇതിന്റെയൊക്കെ പ്രധാനം. ഈശ്വരാനുഗ്രഹം. മറ്റൊരു ചികിത്സ ഡയബറ്റിക്കിനെ കുറിച്ചാണ്. ഇവിടെ രേഖപ്പെടുത്തിക്കുന്ന ഒരു കുട്ടിയുടെ 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ അനുഭവ സാക്ഷ്യമാണ്. ജനിച്ച നാൾ മുതൽ 35 cc 3 പ്രാവശ്യം ഇൻസുലിൻ അടിച്ചുകൊണ്ടിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും ഇത് ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷെ ദൈവാനുഗ്രഹം നമ്മുടെ മരുന്നുകൾ ഇവിടെ ഉണ്ടാക്കുന്ന മരുന്ന് ഉപയോഗിച്ച് 60 ദിവസത്തെ ചികിത്സ കൊണ്ട് കുട്ടിയുടെ ഡയബറ്റിക്കിന്റെ കംപ്ലൈന്റ് തീർത്തു മാറി. അത് ഡയബറ്റിക് ടൈപ്പ് 1 ആയിരുന്നു കുട്ടികൾക്കുണ്ടാകുന്നത്. ഇപ്പോൾ അവർക്ക് ഇൻസുലിനോ മറ്റൊന്നുമില്ല. ഇഷ എന്നാണ് അവളുടെ പേര്. ക്യാൻസറിന്റെ ഫലപ്രദമായ ഒരു ചികിത്സ ഈ വിഭാഗത്തിൽ ഈ ചികിത്സാലയത്തിൽ ലഭ്യമാണ്. ഇത് വളരെ വ്യക്തമായ ഒരു തിക്തമായ അനുഭവമുള്ള ഒരു സ്ത്രീയുടെ അനുഭവം. 36 വയസ്സുണ്ട്. വടകരയാണ് അവരുടെ വീട്. 24/4/2017 ഹീമോയും റേഡിയേഷനും പറ്റാതെ, അതായത് ബ്ലഡിലും ബോണിലും ബ്രസ്റ്റിലും ലെൻസിലും ബ്രെയിനിലുമായി ശരീരം മുഴുവൻ ക്യാൻസർ ബാധിച്ച് മലബാർ ക്യാൻസർ സെന്റർ തലശ്ശേരിയിൽ നിന്നും അവരെ ഉപേക്ഷിച്ച നിലയിൽ പുറത്താക്കിയപ്പോൾ മറ്റു സുഹൃത്തിന്റെ മുഖാന്തരം 24/4/2017 ഇവിടെ ചികിത്സ തുടങ്ങി. 19/5/2017 ഇതാ എല്ലാ കാര്യങ്ങളും നോർമൽ റിസൾട്ടാണത്. അത് മലബാർ ക്യാൻസർ സെന്റർ തലശ്ശേരിയിലെയാണ്. ഈ സ്ത്രീ ഇപ്പോൾ വളരെ സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്നു. ഇവിടെ മർമ്മ ചികിത്സ എല്ലാ വിഭാഗവും ചെയ്തു വരുന്നു. ഒടിവ്, ചതവ്, മുറിവ്, ഡിസ്ലോക്കറ്റുകൾ, മർമ്മ ചികിത്സകൾ, അതുപോലെ ഫുൾ ബോഡി മസാജ്, നട്ടല് വേദന, കഴുത്ത് വേദന, അങ്ങനെയുള്ള എല്ലാ ചികിത്സാ വിധികളും, കിഡ്നി സംബന്ധമായ എല്ലാ രോഗത്തിനും ചികിത്സ ലഭ്യമാണ്. അഭിമാനിക്കുവാൻ ഒരുപാട് അവാർഡുകളും പുരസ്കാരങ്ങളും നമ്മളെ തേടി വരുന്നു. എന്റെ ഒരു പ്രത്യേകത എളിമയിൽ നിന്നും വലിമയിലേക്ക് കയറി വരുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചതാണ്. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ സാർ ചടങ്ങിൽ വെച്ച് കാര്യത്തിൽ നമ്മെ സഹായിക്കുന്നതാണ്. ഈ വർഷത്തെ നെഹ്റു പീസ് ഫൗണ്ടേഷന്റെ അവാർഡ് 2018 ആരംഭ വർഷത്തിൽ വേണ്ടിയത്. നിങ്ങള് സ്റ്റാർ ഓഫ് ഏഷ്യ അവാർഡ് വിയറ്റ്നാമിൽ പോയി വാങ്ങാൻ വേണ്ടി കുടുംബമായിട്ട് പോയതിനാണ്. മുടി കൊഴിച്ചിൽ, താരൻ, അതുപോലെ അകാല നര, ഉറക്കമില്ലായ്മ, മുടി കൊഴിച്ചിൽ, എല്ലാത്തിനും ശാശ്വതമായ പരിഹാരം. അതിൽ കാണുന്ന എല്ലാം കഷണ്ടികൾക്ക് മരുന്ന് ഉണ്ട്. അത് അവർക്ക് മുടി വന്നതാണ്. ഈ കാണുന്ന ഒരു പ്ലെയിൻ ഗ്രൗണ്ട് അല്ല, ഒരു വ്യക്തിയുടെ 14 വയസ്സുള്ള ഒരു കുട്ടിയുടെ തലയാണ്. ഒറ്റ രോഗം പോലും ഇല്ലാതെ ഇവിടെ വന്നതാണ്. 20 ദിവസം കഴിഞ്ഞപ്പോൾ മുടി കിളുത്തു തുടങ്ങി. ഇതൊരു പെൺകുട്ടി ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കണ്ണൂർ ജില്ലയിലുള്ള ആളാണ്. അവളുടെ ഫ്രണ്ടും ബാക്കും എല്ലാം പോയതാണ്. നമ്മുടെ ഇവിടുത്തെ ചികിത്സ കൊണ്ട് മുടിക്കത്തിയായി തിരിച്ചു വന്നു. അങ്ങനെ എല്ലാവരുടെ അനുഭവങ്ങൾ മാത്രമാണിത്. ഇവിടെ ഈ എണ്ണ ലഭ്യമാണ്.